ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമുക്കിന്ന് ഹാഫ് kg വരുന്ന ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഡെക്കറേഷനും ഫില്ലിങ്സും ഒക്കെ കാണാം. അതിനുവേണ്ടി ബട്ടർ സ്കോച്ചിൻ്റെ ഒരു സ്പഞ്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്ത് ഫസ്റ്റ് ലെയർ വെക്കും. ഫസ്റ്റ് ലെയർ വെച്ച ശേഷം നമ്മൾ മിൽക്ക് സിറപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ക്രീം അപ്ലൈ ചെയ്ത ശേഷം അതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ട്, അതും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ സോസും അപ്ലൈ ചെയ്ത് അതിലേക്ക് പ്രളയൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പിന്നീട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഒരു മിൽക്ക് മെയ്ഡും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു മിൽക്ക് മെയ്ഡ് ടേസ്റ്റോടെ ക്യാരമലിന് ഒരു ചെറിയൊരു കൈപ്പിരസം ഉണ്ടല്ലോ, അത് നമ്മൾ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് സെക്കൻഡ് ലെയർ വെച്ച ശേഷം അതിലും നമ്മൾ മിൽക്ക് സിറപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ക്രീം അപ്ലൈ ചെയ്യുക. നമ്മൾ ഈ ഫില്ലിങ്സ് എല്ലാം പിന്നീട് അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ക്രീം അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ പ്രളയനും ബട്ടർ സ്കോച്ച് സോസ് പിന്നെ വൈറ്റ് ചോക്ലേറ്റ് മിൽക്ക് മെയ്ഡ് ഇതെല്ലാം നമ്മൾ ഫില്ലിങ്സിനായിട്ട് കൊടുക്കും. പിന്നീട് മൂന്നാമത്തെ ലെയർ വെച്ച ശേഷം നമ്മൾ മിൽക്ക് സിറപ്പ് ആഡ് ചെയ്ത ശേഷം നമ്മളൊരു കുറച്ച് ക്രീം എടുത്ത് നമ്മൾ ഫുള്ള് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ നമ്മൾ വെച്ച ശേഷമേ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ ആ കംസൊക്കെ കയറി വരുമല്ലോ. അതുകൊണ്ട് ഫൈനൽ കോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഫൈനൽ കോട്ട് ചെയ്യുക. ഫൈനൽ കോട്ട് ചെയ്ത ശേഷം ഒരു 2-3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ശേഷമുള്ള നമ്മളതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഊറ്റാവുള്ളൂ. ഇല്ലെങ്കിൽ അത് നമ്മൾ ആ ക്രീം ആ ഒരു കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. ഒരു 3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഫൈനൽ കോട്ടായിട്ട് വൈറ്റ് ചോക്ലേറ്റ് അതിൻ്റെ അകത്തോട്ട് യെല്ലോ കളറും അപ്ലൈ ചെയ്ത് ആണ് നമ്മൾ ഫില്ലിങ്സ് മുകളിലൂടെ ആ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നീട് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് റൗണ്ടിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്ത് ടൂത്ത് പിക്ക് കൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ലൈൻ വരച്ച് കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഡിസൈൻ കിട്ടും. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളോ ഒന്നും എഴുതണ്ടായിരുന്നു, കാരണം അവർക്ക് വീട്ടിൽ കഴിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. നോർമലായിട്ടും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ബട്ടർ സ്കോച്ച്.